തണുപ്പിൽ തന്റെ ശരീരം വിറക്കുമ്പോഴാണ് യശോദ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. പരിചിതമല്ലാത്ത സ്ഥലം അല്ലാതിരുന്നിട്ട് കൂടി ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ തനിക്ക് നന്നായി ഉറങ്ങാൻ പറ്റിയതിൽ യശോദ അതിശയിച്ചു. വെപ്രാളപ്പെട്ട് ചുമരിലെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 6 മണിയോട് അടുത്തിരുന്നു. തൊട്ടടുത്ത് കാശി ഗാഢമായ നിദ്രയിലായിരുന്നു. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവൾ ചുറ്റിലുമൊന്ന് കണ്ണോടിച്ചു. രാത്രിയിൽ കൊണ്ടുവച്ച പാല് അതുപോലെ തന്നെ മേശയ്ക്ക് മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. മേശയോട് അടുത്തുതന്നെ അല്പം ശുദ്ധവായു പരക്കട്ടെയെന്നോണം മരത്തടിയിൽ ചെറിയൊരു ജാലകവും പണിതിട്ടുണ്ട്. അടുക്കളയിൽ ശ്യാമള തിരക്കിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയിലാണ് കുളിയും കഴിഞ്ഞ യശോദ അങ്ങോട്ട് കയറിച്ചെന്നത്. ധൃതി പിടിച്ച് എഴുന്നേറ്റ് വരാൻ ഒന്നും നിക്കണ്ട മോളെ, ഇവിടെ എനിക്കുള്ള ജോലിയേ ഉള്ളൂ. അപ്പുറത്ത് പൂജാമുറിയുണ്ട്, മോള് ചെന്ന് പ്രാർത്ഥിച്ചോളൂ, ഇതെല്ലാം അമ്മ നോക്കിക്കോളാം. പോകുമ്പോൾ ഈ ചായ അച്ഛന് കൊടുത്തേക്കൂ, അദ്ദേഹം ഉമ്മറത്ത് ഇരിപ്പുണ്ടാവും, ശ്യാമള പറഞ്ഞു നിർത്തി. യശോദ ഉമ്മറത്തെ ചാരു കസേരയിൽ ഇരിക്കുന്ന ഹരിദാസന് ചായ കൊണ്ടു കൊടുത്തപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം യശോദയോട് ചോദിച്ചു, മോൾക്ക് ഇവിടമൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്തുണ്ടേലും അമ്മയോട് പറഞ്ഞേക്കണം കേട്ടോ. പുഞ്ചിരിച്ചുകൊണ്ട് യശോദ ഒന്ന് തലയാട്ടി. അപ്പോഴേക്കും കാശി ഉറക്കച്ചടവിൽ ഉമ്മറത്തേക്ക് കയറി വന്നു. കാശിയേട്ടന് ചായ എടുക്കട്ടെ? പെട്ടെന്നുള്ള അവളുടെ ചോദ്യം അച്ഛന് മുൻപിൽ വെച്ചായതുകൊണ്ട് അവന് നാണക്കേട് തോന്നി. വേണ്ടായെന്ന് കാശി തലയാട്ടിയപ്പോൾ യശോദ അകത്തേക്ക് കയറിപ്പോയി. അച്ഛനും മകനും മുഖത്തോടും മുഖം ഒന്ന് നോക്കി. ശേഷം ഹരിദാസൻ കാശിയോട് ആയി പറഞ്ഞു, ഒരുപാട് മക്കൾക്ക് അറിവ് പകർന്നുകൊടുത്ത് റിട്ടയർ ചെയ്ത ഒരു സ്കൂൾ അധ്യാപകനാണ് ഞാൻ. ആ മക്കളിൽ ഒരുവളെപ്പോലെയാണ് ഞാൻ യശോദയെ കാണുന്നത്. കാരണം അത്രയും പ്രായവും പക്വതയും അവൾക്ക് വന്നിട്ടുള്ളൂ. അച്ഛനില്ലാതെ വളർന്ന കുട്ടിയെ എല്ലാ ഗുണങ്ങളോടെയുമാണ് അവളുടെ അമ്മ വളർത്തിയത്. അതിനുള്ള ഉദാഹരണമാണ് ഇപ്പോ കണ്ടത്. അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ അവൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കിയപ്പോൾ ഹരിദാസൻ മാഷ് വീണ്ടും തുടർന്നു, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്നു വെച്ചാൽ, നമ്മുടെ പഴയ കാര്യസ്ഥൻ മാധവന്റെ ബന്ധു എന്ന നിലയിൽ യശോദയെക്കുറിച്ച് എല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് നിന്നെയാണ് ഓർമ്മ വന്നത്. നീ ആരെയും വേണ്ടാതെ ജീവിക്കുമ്പോൾ അവൾക്കൊരു ജീവിതം നിന്നാൽ കിട്ടുകയാണെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. കൂടെ നിനക്കൊരു മാറ്റം വരുമെന്നും. പെട്ടെന്നൊരു ദിവസം ആ കുട്ടിയെ ഇങ്ങോട്ട് പറിച്ചു നട്ടിട്ടും സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് പെരുമാറാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് 28 വയസ്സിന്റെ പക്വത എങ്കിലും എന്റെ മോനും കാണിക്കണം. അല്പം ഈർഷ്യയോടെയാണ് മാഷ് അത് പറഞ്ഞത്. എല്ലാം കാശി നിശബ്ദനായി കേട്ടുനിന്നു. ശേഷം പറഞ്ഞു, യശോദയോട് എനിക്ക് വിരോധമോ അനിഷ്ടമോ തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ കാരണം അവളുടെ ലൈഫ് സ്പോയിൽ ആവരുതെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വിവാഹത്തിന് എതിർത്തത്. കൂടുതൽ ഒന്നും പറയാതെ കാശി മുറ്റത്തേക്ക് ഇറങ്ങി. വീടിനു മുൻവശത്തെ നാട്ടുമാവിനെ മുഖം കാണിച്ച് വേലിയും കടന്ന് അവൻ പുറത്തേക്ക് നടന്നു. പച്ചപ്പട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളുടെ സുഖമുള്ളൊരു ദൃശ്യം അവന്റെ കണ്ണുകളിൽ പതിഞ്ഞു. ഇത്രയും നാൾ ജെനിയുടെ ഓർമ്മകളിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. എന്നെ വിട്ടുപോയിട്ട് ഒരു റിഗ്രറ്റുമില്ലാതെ അവൾ ഹാപ്പിയായി എവിടെയോ ജീവിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെ ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നു. അവളെ അവഗണിക്കുന്നത് ഞാൻ അനുഭവിച്ച സ്ട്രെസ്സുകൾ മറ്റൊരു തരത്തിൽ യശോദയ്ക്ക് നൽകുന്നതുപോലെ ആയിരിക്കും അത്. കാശിയുടെ ചിന്തകൾ പല വഴിക്കും സഞ്ചരിച്ചു. പിന്നീട് മനസ്സിൽ ഉറച്ചൊരു തീരുമാനത്തോടെയായിരുന്നു കാശി ആ പാടവരമ്പത്തു നിന്നു എഴുന്നേറ്റത്. ദൂരെ മലമുകളിൽ വട്ടമിട്ട് പറക്കുന്ന പറവക്കൂട്ടങ്ങൾ, മഞ്ഞുതുള്ളികൾ മുത്തമിടുന്ന നെൽക്കതിരുകൾക്കിടയിലൂടെ കാശി നടന്നകന്നു.